ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ ഉമർ ഫൈസി ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് എത്ര വേണമെങ്കിലും ഹൈന്ദവ നിന്ന നടത്താം, ക്രൈസ്തവ നിന്ന നടത്താം, അതിനെയൊന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് സംസാരിച്ചു നോക്ക്. കേരളത്തിൽ മുസ്ലിങ്ങളുടെ പവർ എന്താണെന്ന് മുസ്ലിങ്ങൾ ശരിക്കും കാണിച്ചു തരും. അതല്ലെങ്കിൽ ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്നൊന്ന് എഴുതി നോക്ക്, ശരിക്കും കാണിച്ചു തരും മുസ്ലിങ്ങളുടെ പവർ എന്താണെന്ന്. മത നിയമത്തിന്റെ, ശരീഅത്ത് നിയമത്തിന്റെ ആധിക്യം, കാഠിന്യം എന്താണെന്ന്. ഈ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മുടെ ജനാധിപത്യ ഭരണഘടനയാണോ മെച്ചം, അതോ അതുക്കും മേലെയുള്ള ശരീഅത്ത് നിയമമാണോ മെച്ചം? കൃത്യമായിട്ട് പ്രാബല്യത്തിൽ അങ്ങോട്ട് കൊണ്ടുവരും. ഇനി മതനിന്ദ നടത്തിയ ആളുകൾക്കെതിരെ ശിക്ഷാ നടപടികൾ വിധിക്കാൻ ഇവിടെ സമാന്തരമായിട്ടുള്ള കോടതിയുണ്ട്, ജഡ്ജിംഗ് പാനലുകളുണ്ട്, ശിക്ഷ നടപ്പാക്കാൻ ആരാച്ചാരുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ഭരണഘടനയ്ക്ക് കീഴിൽ ശരീഅത്ത് നിയമത്തെ ആധാരമാക്കി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. അത് ജോസഫ് മാഷയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, ഫാറൂഖിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല വിഷയങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉമർ ഫൈസി മുക്കം പറഞ്ഞത് ശിവന്റെ ലിംഗവും പാർവതിയുടെ ഫർജ് എന്ന് പറഞ്ഞാൽ യോനി, അതും തേടിയാണിപ്പോൾ മസ്ജിദുകളിൽ ഹിന്ദുക്കൾ ഇറങ്ങിയിരിക്കുന്നത് എന്നാ പറഞ്ഞു. എവിടെയെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു ചലനം ഉണ്ടാക്കിയോ ഈ വിമർശനത്തെ സംബന്ധിച്ച്? ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ആരാ? കേരളം ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന് പറയുന്ന ഈ വിഭാഗമാണ്. പിന്നെ ആർക്കാ പരാതി? എവിടെയാ പരാതി? നമുക്കറിയാം, സംഭാലിലെ ഷാഹി ജുമാ മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയുന്നതാണ്. കോടതി ഉത്തരവുണ്ട്. അഭിഭാഷകരും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുമാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെ വന്നിട്ട് അവര് കോടതി ഉത്തരവ് കാണിക്കുവാണ്, ഞങ്ങൾക്ക് ഈ ഷാഹി ജുമാ മസ്ജിദ് പരിശോധിക്കാൻ കോടതിയിൽ നിന്നും ഉത്തരവുണ്ട്. ഉടനെ തന്നെ ആ വന്ന അഭിഭാഷകരുടെ വണ്ടി നിന്ന് കത്തുന്നു. ആബാലവൃന്ദം ജനങ്ങളും എന്ന് പറയുന്നത് പോലെ വലിയ ഒരു വിഭാഗം ജനക്കൂട്ടം അവിടെ തടിച്ചു കൂടുന്നു. പിന്നീട് അല്ലാഹു അക്ബർ മുഴങ്ങുന്നു, കല്ലേറുകൾ, അടികൾ, ബഹളം. ഇതിലാണ് കലാശിച്ചത്. പിന്നീട് പോലീസുകാർക്ക് അതിനകത്ത് ഇടപെടേണ്ടി വരുന്നു. അവർ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു. ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചിട്ട് അവരെ നേരിടണം എന്ന് മുകളിൽ നിന്നും ഉത്തരവ് വരുന്നു. മരണം 3, 4 ഒക്കെ ആയി മാറുന്നു. ഈ രാജ്യത്തിന്റെ നിയമമല്ല ഞങ്ങൾക്ക് ബാധകം, അതുക്കും മേലെ ഒരു ശരീഅത്ത് നിയമത്തിന്റെ പുറകെ പോകുന്നത് കൊണ്ട് ഈ രാജ്യത്തിന്റെ ഒരു നിയമത്തെയും, ഇങ്ങേയറ്റം സുപ്രീം കോടതിയുടെ നിയമത്തെ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഒരു വിഭാഗം ധാർഷ്ട്യക്കാർ ഇറങ്ങിത്തിരിക്കുന്നു. ഇപ്പോൾ അഗ്രഹാരങ്ങൾ പോലും എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ അധീനതയിലായത് എന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കുവാണ്. നമ്മളിത് പറയുമ്പോൾ നമ്മൾ രണ്ട് വിഭാഗങ്ങളെയും തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എന്തും പറയാം, പറയാനുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ പറയാനും വിമർശിക്കാനും, നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ആശയത്തെ സംബന്ധിച്ച് തുറന്നു പറയാനും ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. നമസ്കാരം. മുനമ്പം ഭൂമി പ്രശ്നം വിവാദമായതോടെ വഖഫ് എന്ന വാക്ക് നമുക്കിടയിൽ ചർച്ചയായി മാറി. എന്താണ് വഖഫ്? അറബി വാക്കാണത്. തടഞ്ഞു വെക്കുക, വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നർത്ഥം വരുന്ന ഒരു അറബി പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് വഖഫ്. അള്ളാഹുവിന്റെ സ്വത്തുക്കൾ എന്നതാണ് വഖഫ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇസ്ലാമിക തത്വ സംഹിത പ്രകാരം ഭൗതികമായ ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പുണ്യകാര്യത്തിനായി ദാനം ചെയ്യുന്ന സ്വത്ത് എന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല ഹിന്ദു പുണ്യകർമ്മത്തിനെ എന്നല്ല, അള്ളാഹുവിനു വേണ്ടി തടഞ്ഞു വെക്കപ്പെട്ട വസ്തുക്കള്. അതായത് ഒരു മസ്ജിദിനു വേണ്ടി ഒരു കിണർ വഖഫ് ചെയ്യാം, അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി വഖഫ് ചെയ്യാം,
ഒരു മദ്രസ വഖഫ് ചെയ്യാം, ഒരു അറബിക് കോളേജ് വഖഫ് ചെയ്യാം. കാരണം അവിടെയൊക്കെ അള്ളാഹുവിനെ സ്മരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അതൊക്കെ ചെയ്യാം. ക്ഷേത്രങ്ങളും ഇസ്ലാമിസ്റ്റുകൾ അനധികൃതമായി തട്ടിയെടുക്കുന്ന വാർത്തകൾ നമ്മളിപ്പോൾ ദിനംപ്രതി കാണുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ചർച്ചയാവുകയാണ്. തമിഴ്നാട്ടിലെ അഗ്രഹാരങ്ങൾ എങ്ങനെ ഇസ്ലാമിക ഗ്രാമങ്ങളായി? ഈ വിഷയമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തമിഴ്നാട്ടിലെ അഗ്രഹാരങ്ങൾ ഇന്ന് ഭയാനകമായ വേഗത്തിലാണ് ഇസ്ലാമിക ഗ്രാമങ്ങളായി മാറുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതന പരമ്പരാഗത ബ്രാഹ്മണ വാസസ്ഥലങ്ങളാണ് അഗ്രഹാരങ്ങൾ എന്ന് പറയുന്നത്. റോഡിന്റെ ഇരുവശവും അതിന്റേതായ ക്ഷേത്രവും ക്ഷേത്ര ആവാസ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നിവാസികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന റോ ഹൗസുകളും ഇതിൽ ഉൾപ്പെടുന്നു. ബ്രാഹ്മണരുടെ ധാർമ്മിക ജീവിത ശൈലിക്ക് അനുയോജ്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തതും വിശാലവും അതുല്യമായി നിർമ്മിച്ചതുമായ ഘടകങ്ങളാണ് ചതുർവേദി മംഗലം എന്നറിയപ്പെടുന്ന അഗ്രഹാര നിലവീടുകൾ. അഗ്രഹാരത്തിലെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ജീർണിച്ച മണ്ഡപങ്ങൾ പോലെയാണ്. ഭൂർക്ക ധരിച്ച സ്ത്രീകളും തലമൊട്ടയടിച്ച് മീശ പഠിച്ച താടിക്കാരും ഇന്ന് അഗ്രഹാരങ്ങളിലുണ്ട്. സീർക്കാഴി, മയിലാടുംതുറൈ, കുംഭകോണം, നാഗൂർ, തിരുവായൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ അഗ്രഹാരങ്ങൾ ഇസ്ലാമിക ഗ്രാമങ്ങളായി മാറി. തഞ്ചാവൂർ മേഖലയിൽ തഞ്ചാവൂർ കുംഭകോണം ഹൈവേയിൽ അയ്യമ്പേട്ടയ്ക്കടുത്തുള്ള ചക്രപ്പള്ളിയിലെ അഗ്രഹാരത്തിന്റെ ഇപ്പോഴത്തെ പേര് ഹാജിയാർ സ്ട്രീറ്റ്, ഖായിദി മില്ലത്ത് സ്ട്രീറ്റ് എന്നിവയാണ്. 1500 വർഷം പഴക്കമുള്ള ചക്രവാകേശ്വര ക്ഷേത്രം മാത്രമാണ് ഇപ്പോൾ അഗ്രഹാരത്തിൽ അവശേഷിക്കുന്നത്. ശല്യവും ഭയവും കാരണം അമുസ്ലിങ്ങൾക്ക് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഈ പ്രദേശങ്ങളിൽ നടക്കാൻ കഴിയില്ല. ചക്രപാഠശാലയ്ക്ക് സമീപം രാജഗിരിയിൽ കൂറ്റൻ അഗ്രഹാരങ്ങളുടെ അടയാളങ്ങളുണ്ട്. മറ്റ് പട്ടണങ്ങളിലെ അഗ്രഹാരത്തിൽ മാത്രമേ ക്ഷേത്രങ്ങൾ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ ക്ഷേത്രം പോലും അപ്രത്യക്ഷമായി. ജിന്ന സ്ട്രീറ്റ്, ഖാലിദ് ഇ മില്ലത്ത് സ്ട്രീറ്റ്, ഹാജിയ സ്ട്രീറ്റ് എന്നിവയുടെ സൈൻ ബോർഡുകൾ അഗ്രഹാരത്തെ തെരുവുകളിൽ തിളങ്ങി നിൽക്കുന്നു. ഇവിടെയുള്ള ബ്രാഹ്മണ ഹിന്ദുക്കൾ വർഷങ്ങൾക്ക് മുൻപ് അഗ്രഹാരം വിട്ടുപോയിരുന്നു. കൂടാതെ മുസ്ലിങ്ങൾ ഇവിടെയുള്ള ശിവക്ഷേത്രം പൊളിച്ച് പള്ളി പണിതു. തിരുവാരൂരിനടുത്തുള്ള കോടിക്കൽ പാളത്തിനും അടിയക്കമംഗലത്തും അഗ്രഹാരങ്ങൾ അടിമുടി മാറിയിട്ടുണ്ട്. അവിടെയുള്ള പള്ളിയിൽ ഏറ്റവും വലിയ കുളങ്ങളുണ്ട്. പണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ കുളങ്ങൾ. അടിയക്കമംഗലത്ത് പെപ്പേറക്കുളം എന്നറിയപ്പെടുന്ന കുളത്തിനോട് ചേർന്ന് ഒരു വലിയ മുസ്ലിം പള്ളിയുണ്ട്. നേരത്തെ അഗ്രഹാരമായിരുന്നു ഇവിടം. അഗ്രഹാര ഹിന്ദുക്കൾ ഉപയോഗിച്ചിരുന്ന പപ്പാറക്കുളമാണിത്. മയിലാടുംതുറയ്ക്കടുത്തുള്ള നെടൂരിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇവിടെ അഗ്രഹാരത്തിലെ എല്ലാ വീടുകളും മുസ്ലിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അഗ്രഹാരത്തിന് മുന്നിലുള്ള പെരുമാൾ ക്ഷേത്രം നാശത്തിലാണ്. പെരുമാൾ ക്ഷേത്രക്കുളത്തെ ഇപ്പോൾ മുസ്ലിങ്ങൾ മദ്രസ കുളം എന്നാണ് വിളിക്കുന്നത്. പെരുമാൾ ക്ഷേത്രത്തിന് നേരെ എതിർവശത്ത് ഒരു വലിയ കുളമുണ്ട്. അഗ്രഹാരത്തിലെ ഈശാന്യ മൂലയിലുള്ള വിഷ്ണുനാഥം ക്ഷേത്രത്തിന്റേതാണ് കുളം. വിശ്വനാഥം ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗത്തായിരുന്നു വലിയ ആൽമരം. ക്ഷേത്രം പൊളിച്ചു മാറ്റിയ വലിയ പാറക്കെട്ടുകളായി മാറി. ശ്രീകോവിലിന്റെ ഇരുവശത്തുമായി ആൽമരത്തിന്റെ വേരുകൾ ഇപ്പോൾ തൂണുകൾ പോലെ നിൽക്കുന്നു. ഈ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ എവിടെ പോയി എന്നറിയില്ല. ഇപ്പോൾ ക്ഷേത്രം ഒരു മുസ്ലിമിന്റെ കസ്റ്റഡിയിലാണ്. എങ്ങനെയാണ് അഗ്രഹാരങ്ങൾ മുസ്ലിം ആധിപത്യം നേടിയത്? ആദ്യം മുസ്ലിങ്ങൾ അഗ്രഹാരത്തിൽ ഉയർന്ന വിലയ്ക്ക് വീട് വാങ്ങുന്നു. തുടർന്ന് വീടിന്റെ വാതിൽക്കൽ ആടിനെ അറുക്കും. എന്നിട്ട് മീൻ കഴുകി തൊട്ടടുത്ത വീട്ടിലേക്ക് ഒഴിക്കും. അഗ്രഹാര സ്ത്രീകൾ സ്വാഭാവികമായും പരിഭ്രാന്തരാകും. കാരണം ഈ പാവ സ്ത്രീകൾ കർശനമായ സസ്യാഹാരികളാണ്. അവർക്ക് എതിർക്കാൻ ധൈര്യമില്ലാത്തതിനാൽ അവരുടെ വീട് കിട്ടിയ വിലക്ക് വിറ്റ് നാട് വിടുന്നു. ആ വീടും വേറൊരു മുസ്ലിം വാങ്ങുന്നു. പിന്നെ അഗ്രഹാരം. ഇതിലിപ്പോ ആരെയാ പ്രതിയാക്കുക? ഇതിലിപ്പോ ആരാണ് വേട്ടക്കാർ? ആരാണ് ഇരകൾ? ഇപ്പോ ഇവിടത്തെ ബ്രാഹ്മണർ മുസ്ലിങ്ങൾക്ക് പണം വാങ്ങി തന്നെയല്ലേ ആധാരം പതിച്ചു നൽകിയത്? പിന്നീട് അവരവിടെ മുസ്ലിം പള്ളി വെച്ചാൽ എന്താ? നമസ്കാരക്കുളം വെച്ചാൽ എന്താ? ഇനിയിപ്പൊ അവരവിടെ മക്ബറ കെട്ടിയാൽ എന്താ? ശ്മശാനം. നിങ്ങൾ വിറ്റതല്ലേ? മുസ്ലിങ്ങൾ വിറ്റ ഭൂമി അവരുദ്ദേശിക്കുന്ന വിലയും കിട്ടി. പിന്നീട് അവരവിടെ ആടിനെ ചെയ്താലും, ഇനി അതല്ല മീൻ കഴുകി ഒഴിച്ചാലും ഇതിലാരെയാ കുറ്റം പറയുക? ഇപ്പോ ഇതൊക്കെ ചെകഞ്ഞ് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന്റെ അർത്ഥം എന്താണ്? ഹിന്ദുക്കൾ വിറ്റു. ഇപ്പോ കോട്ടയം, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂരൊക്കെ അച്ചായന്മാരുടെ നാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഈ അച്ചായന്മാരൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ പോയിട്ട് അവിടത്തെ പൗരത്വവും പേറി ഇവിടെയുള്ളതൊക്കെ കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ടാണ് അവരവിടേക്ക് ചേക്കേറുന്നത്. ഇന്നത്തെ കാലത്ത് സാധാരണ സമൂഹത്തിൽ മൂല്യമുള്ള രൂപത്തിലുള്ള പണം വാങ്ങിയിട്ട് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു? മുസ്ലിങ്ങൾക്ക് അത് പതിച്ചു നൽകുന്നു. പണം നൽകിയിട്ടാണ് ഒരു 10, 30, 40 വർഷങ്ങൾക്ക് ശേഷം ഫോറിൻ കൺട്രീസിലിരുന്ന് ക്രിസ്ത്യാനികൾ പറയാണ്, ഞങ്ങളുടെ വീടൊക്കെ പിടിച്ചെടുത്തു, ഞങ്ങളുടെ വീടും കൂടും ഒക്കെ പിടിച്ചെടുത്തിട്ട് ഇതാ അവര് മുസ്ലിം പള്ളികളൊക്കെ ഉണ്ടാക്കിയത് എന്റെ വീടായിരുന്നു. വിറ്റതല്ലേ? ആരെങ്കിലും പിടിച്ചു പറിച്ചതാണോ? കയ്യേറ്റം ചെയ്ത് കയറി പള്ളി പണിതതാണോ? നമ്മള് ന്യായമുണ്ടെങ്കിൽ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കും.
ന്യായമില്ലെങ്കിൽ അതിന്റെ പക്ഷത്തിൽ നിൽക്കും. ഇപ്പോ പണ്ടുണ്ടായിരുന്ന അഗ്രഹാരങ്ങൾ ഇന്ന് മുസ്ലിം പള്ളികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ബ്രാഹ്മണരുടെ കുറവ് കൊണ്ടാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ അവർക്കും കൂടി അവകാശപ്പെട്ട നിയമമുണ്ടായിരുന്നു ഇവിടെ. അതിനെ ഒന്നും പരിഗണിക്കാതെ അവര് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് അവർക്ക് പോസിബിലിറ്റി ഉള്ള ഒരു മേഖല തിരഞ്ഞെടുത്തു. അതിന് വാങ്ങിയവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? നന്ദി.